വെൽക്കം ടു മൂവി ബ്രാൻഡ്. തമിഴിൽ നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ബാലയിലെ അഭിനേതാവ് ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത് മലയാളത്തിൽ സിനിമകൾ ചെയ്തു തുടങ്ങിയതോടെയാണ്. തുടരെ നിരവധി അവസരങ്ങൾ വന്നു തുടങ്ങിയതോടെയാണ് വർഷങ്ങൾക്ക് മുമ്പ് ജന്മസ്ഥലമായ ചെന്നൈ വിട്ട് ബാല കേരളത്തിൽ താമസമാക്കിയത്. നായകനായും വില്ലനായും സഹനടനുമായും എല്ലാം ഒരു കാലത്ത് മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നിരുന്ന ബാല ഗായിക അമൃത സുരേഷിനെ വിവാഹം കഴിച്ചതോടെയാണ് കൊച്ചിയിൽ വീട് വാങ്ങിയത്. അമൃതയുമായുള്ള വിവാഹബന്ധം വേർപെടുത്തിയ ശേഷം ബാല പിന്നീട് വാർത്തകളിൽ നിറഞ്ഞത് മകളുടെ പേരിലാണ്. മകളെ കാണാൻ അമൃതയും കുടുംബം അനുവദിക്കില്ലെന്നായിരുന്നു നിരന്തരമായി ബാല പറഞ്ഞിട്ടുള്ളത്. കൂടാതെ പലപ്പോഴും അമൃതയുടെ വ്യക്തിത്വത്തെ തേജോവധം ചെയ്ത രീതിയിലുള്ള പരാമർശങ്ങളും ബാലയിൽ നിന്നുണ്ടായി. നടന്റെ അഭിമുഖങ്ങൾ സ്വൈര്യ ജീവിതത്തെ ബാധിച്ചു തുടങ്ങിയതോടെ അമൃതയ്ക്ക് വേണ്ടി സംസാരിച്ച ബാലയുടെ മകൾ അവന്തികയും രംഗത്തെത്തി. അതോടെ കാറുകൾ മുഴുവൻ തലകീഴായി മറിഞ്ഞു. ബാലയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളായിരുന്നു മകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. മകളുടെ വെളിപ്പെടുത്തൽ വന്നതിന് പിന്നാലെ ബാലയോടൊപ്പമുള്ള ദാമ്പത്യ ജീവിതത്തിനിടയിൽ താൻ അനുഭവിച്ച ക്രൂരതകൾ അമൃതയും തുറന്നു പറഞ്ഞു. വേണ്ടി വന്നാൽ തെളിവുകൾ വരെ ഹാജരാക്കുമെന്ന് അമൃതയുടെ സുഹൃത്തുക്കളും പിന്തുണ രേഖപ്പെടുത്തി രംഗത്ത് വന്ന് പറഞ്ഞു. ഇതോടെ മലയാളികളിൽ ഭൂരിഭാഗവും പേരും ബാലയ്ക്ക് എതിരെ തിരിഞ്ഞു. ഇപ്പോഴത്തെ നടൻ ബാല കേരളം വിടുകയാണെന്ന് അറിയിച്ചെത്തിയിരിക്കുകയാണ്. ആറാട്ട് സിനിമയുടെ റിവ്യൂ പറഞ്ഞ് ജനശ്രദ്ധ നേടിയ ആറാട്ടണ്ണൻ എന്നറിയപ്പെടുന്ന സന്തോഷ് വർക്കി. ബാല കേരളം വിട്ടു പോവുകയാണെന്നാണ് തന്നെ വിളിച്ചു പറഞ്ഞതെന്ന് സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ പങ്കിട്ട പുതിയ വീഡിയോ സന്തോഷ് വർക്കി പറഞ്ഞു. നടൻ ബാല എന്നെ വിളിച്ചിരുന്നു. പുള്ളി കേരളം വിട്ടു പോവുകയാണെന്നാണ് പറഞ്ഞത്. എനിക്ക് പുള്ളിയെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പല ആളുകളും പുള്ളി ജെനുവിൻ അല്ലെന്ന് പറയുന്നത് കേട്ടു. പക്ഷെ എന്റെ മുമ്പിൽ പുള്ളി ജെനുവിൻ ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. മോളുടെ പേര് പറഞ്ഞ് പുള്ളി കരയുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ അമൃത സുരേഷ് മോള് പറയുന്നത് വേറെ കാര്യങ്ങളാണ്. ഒരു കാലത്ത് പുള്ളി എനിക്ക് സഹോദരനെ പോലെയായിരുന്നു. പുള്ളിയെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. സിനിമാക്കാർ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഉള്ളവരാണ്. അതുകൊണ്ട് അവരെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. എന്നോട് സ്നേഹത്തോടെയൊക്കെയാണ് പെരുമാറിയത്. പക്ഷെ അമൃത സുരേഷും മോളും പറയുന്നത് കേൾക്കുമ്പോൾ വേറൊരു ഇമേജാണ് പുള്ളിയെക്കുറിച്ച് വരുന്നത്. ഇതിൽ ഏതാണ് ശരിക്കുള്ള ഇമേജ് എന്ന് അറിയില്ല. എന്തായാലും ബാലയ്ക്ക് ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി മുന്നോട്ട് പോവുക. നിങ്ങളെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നല്ല ആളാണോ മോശം ആളാണോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ലെന്നുമാണ് സന്തോഷ് വർക്കി പറഞ്ഞത്. കുറച്ചു നാളുകൾക്ക് മുമ്പ് തന്നെ ബാല തന്നെ തല്ലിയെന്ന് ആരോപിച്ച് സന്തോഷ് വർക്കി രംഗത്തെത്തിയിരുന്നു. ദേഷ്യം വന്നാൽ ബാലയ്ക്ക് ഭ്രാന്താണെന്നും തന്നെ പട്ടിയെ പോലെ തല്ലി എന്നുമൊക്കെയാണ് സന്തോഷ് വർക്കി എന്ന് വെളിപ്പെടുത്തിയത്. ഒരു സമയത്ത് ബാലയുമായി നല്ല ബന്ധത്തിലായിരുന്നു സന്തോഷ് വർക്കി. അതിനിടെ സമൂഹ മാധ്യമങ്ങളുടെ വിമർശന കമന്റ് പങ്കുവച്ച ആൾക്ക് മറുപടിയുമായി ബാല രംഗത്ത് വരികയും ചെയ്തു. ബാല കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത വീഡിയോയ്ക്ക് വലിയ ട്രോളുകളും വിമർശനവും നേരിടേണ്ടി വന്നിരുന്നു. എന്ത് സംഭവിച്ചാലും താൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന അടിക്കുറിപ്പോടെ തന്റെ ചിത്രങ്ങൾ അടങ്ങിയ വീഡിയോ ആണ് താരം ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. മുമ്പ് നിങ്ങളുടെ വീഡിയോകൾക്കും പോസ്റ്റുകൾക്കും ഒരുപാട് റീച്ച് ഉണ്ടായിരുന്നു. ഈയിടെ നിങ്ങൾ പരിഭ്രാന്തനായി പെരുമാറാൻ തുടങ്ങി. പ്രകോപനപരവും അനാവശ്യമായ ലോജിക്കുകൾ ഇല്ലാത്ത പോസ്റ്റുകളുമാണ് ഇപ്പോൾ പങ്കുവെക്കുന്നത്. ഒരു നടൻ എന്ന നിലയിൽ നിങ്ങളിൽ ഒരുപാട് സാധ്യതകളുണ്ട്. ഈ കമന്റിനാണ് ബാല മറുപടി നൽകിയത്. പൂർണ്ണമായും നിങ്ങളുടെ ജീവിതത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നായിരുന്നു ബാലയുടെ മറുപടി. അതിനിടെ ആശുപത്രിയിൽ നിന്ന് ആരോഗ്യം വീണ്ടെടുത്ത് വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് അമൃത. നെഞ്ചത്ത് ബാൻഡേഡുള്ള ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ അമൃത പങ്കുവച്ചിരുന്നു. ഈ അവസരത്തിൽ മറ്റൊരു വീഡിയോയും പുറത്തു വന്നിരിക്കുകയാണ്. നവരാത്രി ആശംസകൾ അറിയിച്ചുകൊണ്ടാണ് അമൃത സുരേഷ് രംഗത്ത് വന്നത്. ഒപ്പം ഒരു കീർത്തനം ആലപിക്കുന്ന വീഡിയോയുമുണ്ട്. പിന്നാലെ അമൃതയ്ക്ക് എന്തു പറ്റിയെന്ന് ചോദിച്ചും എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്നൊക്കെ ആശംസിച്ചും നിരവധി പേരാണ് രംഗത്ത് വന്നത്. ഈ നവരാത്രിയിൽ ദേവി അവളുടെ അനുഗ്രഹങ്ങൾ എല്ലായിടവും ചൊരിയട്ടെ. എല്ലാ അന്ധകാരവും തിന്മയും തുടച്ചു നീക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഞാൻ അങ്ങേയറ്റം നന്ദിയുള്ളവരായിരിക്കും. എന്റെ ആരോഗ്യ പ്രശ്നം മൂലം ശബ്ദം കുറച്ച് ദുർബലമാണ്. എങ്കിലും ഞാൻ പതുക്കെ സുഖം പ്രാപിക്കുകയാണ്. നിങ്ങളുടെ സ്നേഹവും പിന്തുണയും കൊണ്ട് ഞാൻ കൂടുതൽ ശക്തി കണ്ടെത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഹൃദയത്തിൽ നിന്നും മനോഹരവും സമാധാനപൂർണമായ നവരാത്രി ദിനം ആശംസിക്കുന്നു എന്നാണ് അമൃത വീഡിയോയിൽ പറഞ്ഞത്.